എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ സാക്കുറ അവളാണെങ്കിൽ ഇപ്പൊ ഒരു വീഡിയോയ്ക്ക് പോസ് ഒക്കെ കൊടുത്ത് ഒരു അടിപൊളി കല്യാണത്തിന് വിഷ് ചെയ്യാണ്. അത് മറ്റാരുടെയും കല്യാണമല്ല, സാക്ഷാൽ നമ്മുടെ കഥാനായകൻ നറൂട്ടോ കുട്ടപ്പന്റെയും ഹിനട്ട കുട്ടപ്പിയുടെയും കല്യാണത്തിന് വേണ്ടിയാണ്. കൊനാമാരുമായിരിക്കും ഈ വീഡിയോസ് ഒക്കെ എടുത്ത് കാര്യമായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഉടനെ സാക്കുറ അവള് സായിയെ കാണും. സാക്കുറ ചോദിക്കും, നീ നറൂട്ടോ കുട്ടപ്പന് നീ നറൂട്ടോയുടെയും ഹിനട്ടയുടെയും കല്യാണത്തിന് വിഷ് ചെയ്തോ? അതിനവൻ പറയും, അയ്യോ ഇല്ല, എനിക്ക് ആക്ച്വലി അങ്ങനെ വിഷയാനൊന്നും അറിയില്ല. പക്ഷെ സാക്കുറ ആണെങ്കിൽ സമ്മതിക്കില്ല. അവനെ വിടാതെ പിടിച്ച് ഇപ്പൊ നിർബന്ധിക്കും. ഉടനെ അവനും ആർട്ടിഫിഷ്യലായി ഒരു ചിരിയൊക്കെ കൊടുത്ത് അവരെ രണ്ടുപേരെയും വിഷ് ചെയ്യും. അടുത്തതായിട്ട് റോക്ലി അവൻ ഫുൾ പവറില് നറൂട്ടോ ഹിനട്ട നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വിവാഹമംഗളം നേരാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കും. ടൺ ചോദിക്കും, നീ ഇങ്ങനെയാണോ ഒരു കല്യാണത്തിന് വിഷ് കൊടുക്കുന്നേ? ഇത് വളരെ ബാഡാണ്. അപ്പോഴായിരിക്കും നമ്മുടെ മൈഗൈ സെൻസായി ആളൊരു വീൽ ചെയറൊക്കെ തള്ളി അവിടേക്ക് വരിക. ആള് ചോദിക്കും, മൈഗൈ, റോക്ലി നീ എന്റെ ശിഷ്യനല്ലേ? നീ എന്നെ നാണം കെടുത്തു അല്ലേ? ഇങ്ങനെയൊന്നും കല്യാണത്തിന് വിഷ് ചെയ്യാൻ പാടില്ല. വളരെ ബാഡായിട്ടാണ് നീ ആക്ച്വലി വിഷ് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഈനോ അവളാണെങ്കിൽ അവളുടെ വിഷ് കൊടുക്കും. ഈനോ കൊഞ്ചി കൊഴഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ടായിരിക്കും വിഷ് കൊടുക്കുക. അതാണെങ്കിൽ ബാക്കി ആർക്കും തീരെ പിടിക്കില്ല. അതിനുശേഷം കിബ അവന്റെ പട്ടിക്കുട്ടി ഇറൂക്ക സെൻസായി അവരെല്ലാവരും ഇപ്പൊ നറൂട്ടോയ്ക്ക് വിഷ് ചെയ്യും. ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവും. ആള് വീണ്ടും മനസ്സില് നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും വിവാഹാശംസകളൊക്കെ കൊടുത്ത് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു ഷിനോബി അവൾ ഒരുപാട് ടെൻഷനായി ഇറൂക്ക സെൻസായിയുടെ അടുത്തേക്ക് വരിക. അവള് പറയും, മാസ്റ്റർ, സറട്ടോബി സെൻസായിയുടെ പ്രതിമയിൽ ആരോ ചിത്രം വരച്ച് വെച്ചിരിക്കുകയാണ്. ഉടനെ ഇറൂക്ക സെൻസായി അവളുടെ കൂടെ അവിടേക്ക് വരും. ആ ഒരു പ്രതിമയുടെ അവസ്ഥ കണ്ട് ഇപ്പൊ ഇറൂക്ക സെൻസായി ഷോക്കാവും. അവള് പറയും, ആരാ ഇങ്ങനെ ചെയ്തെന്നറിയില്ല, പക്ഷേ തേർഡ് ഹോക്കാഗയുടെ മുഖത്ത് ഇത്രയും ബാഡായിട്ട് ചെയ്തത് വളരെ മോശമായി. ഉടനെ ഇറൂക്ക സെൻസായിക്ക് അവരെ പിടികിട്ടും. ആളങ്ങനെ കറങ്ങി വന്ന് അടുത്തുള്ള ഒരു മരത്തിന് പുറകിൽ ഒളിച്ചിരുന്ന 3 പേരെ പിടിച്ച് താഴെയിടും. അവരുടെ ചെവിക്ക് പിടിച്ച് കിഴുക്കി, നിങ്ങളിവിടെ ഒളിച്ചിരുന്ന ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? അതിനവര് പറയും, ഞങ്ങളല്ല, ഞങ്ങൾ 3 പേരും അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യില്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറൂക്ക മാസ്റ്റർ ഒന്നും അറിയാതെ ഞങ്ങളെ കുറ്റപ്പെടുത്താണ്. പക്ഷെ മാസ്റ്റർ തറപ്പിച്ച് പറയും, എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നില്. സോ മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഇത് മുഴുവനും തേച്ച് കഴുകിയിട്ട് മാത്രമേ നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഉടനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ പിള്ളേര് സെറ്റ് അത് സമ്മതിക്കും. ആ ഷിനോബി പെണ്ണാണെങ്കിൽ വണ്ടറടിച്ച് ചോദിക്കും, ഇറൂക്ക മാസ്റ്റർ, നിങ്ങൾ ശരിക്കും സൂപ്പറാണ്. ഇത്രയും വലിയ വികൃതി പിള്ളേരെയൊക്കെ നിങ്ങൾ കൈയോടെ പൊക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് കേട്ട് ഇറൂക്ക ചിരിക്കും. ഇവരൊന്നും നറൂട്ടോടെ 7 അയലത്ത് വരില്ല. നറൂട്ടോ ഈ പ്രായത്തില് ഭയങ്കര കുസൃതിയായിരുന്നു. ഉടനെ അവൾ വണ്ടറടിച്ച്, വാവ്, നറൂട്ടോയുടെ ടീച്ചറാണോ നിങ്ങള്? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനാ പിള്ളേര് പറയും, വേ, ഇയാളെ കണ്ടാൽ തന്നെ ഒരു ലോക്കൽ ലുക്കാണ്. അത്രയും പവറും കഴിവൊക്കെ ഉള്ള നറൂട്ടോയുടെ മാസ്റ്റർ ആവാൻ ഇയാൾക്ക് ഒരു യോഗ്യതയുമില്ല. ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. ആള് നാണം കെട്ട് അങ്ങനെ തല കുനിച്ച് നിൽക്കും. ഇറൂക്ക സെൻസായി ഫുൾ കലിപ്പില്, നിങ്ങൾ ഈ പ്രതിമ മാത്രമല്ല ഇവിടെയുള്ള ബാത്റൂമും നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യണം. ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ആരും ഞാനാണ് നറൂട്ടോയുടെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ശരിക്കും നറൂട്ടോ അവൻ ഗ്രേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഒരപ്പാപ്പൻ ഇറൂക്കയുടെ അടുത്തേക്ക് വരിക. ആള് പറയും, ഇന്നു മുതൽ അക്കാദമിയുടെ വൈസ് പ്രിൻസിപ്പൽ നീയാണ്. ഉടനെ ഇറൂക്ക അവൻ ഡബിൾ ഹാപ്പിയായി അക്കാദമിയിലേക്ക് പോയി ചാർജ് എടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ തല കുനിച്ച് ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്ന കാക്കാഷി ആയിരിക്കും കാണിക്കുക. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ ഒരു റെഡ് ലൈനൊക്കെ വരച്ച ബുക്ക് നോക്കിയിരിക്കുകയാണ്. ഷിസുൻ ചോദിക്കും, മാസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടീ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് മാസ്റ്റർ പറയും, എല്ലാവരും നറൂട്ടോയുടെയും ഹിനട്ടയുടെയും മാരേജിന് പങ്കെടുക്കാൻ അടുത്ത ദിവസം പോവും. പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിവെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും കല്യാണത്തിന് പോയാ മിഷന് പോവാൻ ആരും ഉണ്ടാവില്ല. സോ ചിലപ്പോൾ മിഷന് ഞാൻ തന്നെ പോവേണ്ടി വരുന്നു പറഞ്ഞ് ആൾ ഒത്തിരി വിഷമിച്ചിരിക്കും. ആള് തല താഴ്ത്തി അങ്ങനെ ഇരിക്കും. കട്ട് ചെയ്താ ഇവിടെ കൊനഹമാരു അവൻ ഒറോച്ചിമാറുവിന്റെയും വിഷിംഗ് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും അസിസ്റ്റന്റ് ചേച്ചിയും കാക്കാഷി മാസ്റ്ററും അവർ രണ്ടുപേരും നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. അതിനുശേഷം അടുത്ത സീനില് ആ റാമൻ ഷോപ്പ് അവിടെ കൊനഹമാരു, ABC സെൻസായി, ഇറൂക്ക സെൻസായി അവരെല്ലാവരും ഇപ്പൊ വയറ് നിറയെ ഫുഡ് കഴിക്കുകയാണ്. ഇറൂക്ക സെൻസായി പറയും, ഞാനാണ് ഇനി മുതൽ അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പള്.
അത് കേട്ട് ABC സെൻസായി ആൾ ഷോക്കാവും. ഷിക്കമരുവിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. നറൂട്ടോയുടെ കല്യാണവും ഇറൂക്ക സെൻസായുടെ പ്രമോഷനും രണ്ടും അടിപൊളിയാണ്. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും കാക്കാഷി മാസ്റ്റർ അവിടേക്ക് വരിക. കാക്കാഷി മാസ്റ്റർ കാര്യം അന്വേഷിക്കും. ഉടനെ ഇറൂക്ക പറയും വൈസ് പ്രിൻസിപ്പളിന്റെ വേക്കൻസി അവൈലബിൾ ആണ്. ഞാൻ ആ എക്സാം അത് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ്. കാക്കാഷി പറയും ആ എക്സാം ഒരു അല്പം ടഫാണ്, എങ്കിലും കുഴപ്പമില്ല, നീ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ആള് പുറത്തേക്ക് പോവും. ഇവിടെ ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടും. അപ്പൊ ആ ഒരു എക്സാം അത്രയും ടഫാണോ? അതിന് ABC സെൻസായി പറയും ആ ഒരു എക്സാം ഭയങ്കര ടഫാണ്. മാത്രമല്ല കാക്കാഷി മാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം ഇറൂക്ക നിനക്കൊരിക്കലും അതിൽ പാസ്സാവാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് തന്നെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഇറൂക്കയെ അവൻ ഡീമോട്ടിവേറ്റ് ചെയ്യും. അത് കേട്ട് ആ കടക്കാരൻ പറയും ഇറൂക്ക നീ ഇത് തീർച്ചയായിട്ടും ഒരു ചലഞ്ചായിട്ട് എടുക്കണം. എക്സാമിൽ പാസ്സായി വൈസ് പ്രിൻസിപ്പളായി മാറി അതൊരു ഗിഫ്റ്റായി നീ നറൂട്ടോയ്ക്ക് കൊടുക്കണം. അത് കേട്ട് ഇപ്പൊ ഇറൂക്ക സെൻസായി ഫുൾ ചാർജ് ആവും. ഉറപ്പായിട്ടും ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്യും. അതിൽ പാസ്സായി അക്കാദമിയിലെ അടുത്ത വൈസ് പ്രിൻസിപ്പള് അത് ഞാൻ തന്നെയായിരിക്കും. ABC സെൻസായിക്കാണെങ്കിൽ അത് കേട്ട് കാറ്റുപോവും. അവൻ ഒത്തിരി വിഷമത്തില് അവിടെ കുത്തിയിരിക്കും. ഇറൂക്ക സെൻസായി ആണെങ്കിൽ സ്ട്രോങ് ഡിറ്റർമിനേഷനും ഒക്കെ ആയി ക്ലാസ്സിലേക്ക് വരും. അപ്പൊ കുട്ടികളാണെങ്കിൽ ഡസ്റ്ററൊക്കെ വെച്ച് ആളെ വലിച്ചെറിയും. പക്ഷെ നമ്മുടെ മാസ്റ്റർ ഓൾറെഡി ഇതൊക്കെ തന്നെ പയറ്റി തെളിഞ്ഞതാണ്. ആളുടെ ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്ത് ഈസിയായി അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറും. ഇറൂക്ക പറയും ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞും വലിയ കുസൃതിയായിരുന്നു സാക്ഷാൽ നറൂട്ടോ. അവനെ പോലും നല്ലൊരാളാക്കി മാറ്റി ഇവിടെ വരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് ഞാനാണ്. സോ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നറൂട്ടോയെ പോലെ ആയി മാറേണ്ടത്? ഉടനെ ഒരുപാട് പേര് കൈ ഉയർത്തും. ഇറൂക്ക സെൻസായി പറയും നിങ്ങൾ നറൂട്ടോയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും മാസ്റ്റർ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതിനുശേഷം എല്ലാവരെയും പുറത്തൊക്കെ കൊണ്ടുപോയി ട്രെയിനിങ്, പ്രാക്ടീസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കാൻ തുടങ്ങും. ദിവസങ്ങൾ പോകെ പോകെ ഇറൂക്ക സെൻസായി ആള് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തും ടീച്ചേഴ്സിന് നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തും അവരൊക്കെ തന്നെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരും. സാക്കുറയ്ക്കാണെങ്കിൽ ഇറൂക്ക സെൻസായുടെ ഡെവലപ്മെന്റ്സ് കണ്ട് വളരെയധികം ഷോക്കാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ 3 കുട്ടികൾ അവരിത്തവണ വലിയ ചുറ്റികയൊക്കെ ആയി വന്ന് ആ പ്രതിമ അത് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഈ കാര്യം നേരത്തെ മണത്തറിഞ്ഞ ഇറൂക്ക സെൻസായി അതിന് മുകളിൽ ഒരു ഗ്ലാസ് ഷീൽഡ് ഉണ്ടാക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറൂക്ക സെൻസായി പറയും നിങ്ങളെ കഴിഞ്ഞ് വികൃതിയായിരുന്നു നറൂട്ടോ, അവനെ പോലും ഞാൻ കൺട്രോൾ ചെയ്ത് ഒബീഡിയന്റ് ആയ നല്ലൊരു കുട്ടിയാക്കി മാറ്റി. അതിനവൻ പറയും ഞങ്ങൾ നറൂട്ടോയെ പോലെ അല്ല, ഞങ്ങൾക്ക് അവനെ പോലെ ആവാൻ ആഗ്രഹമില്ല. കട്ട് ചെയ്ത കൊനഹമാരും ABC സെൻസായും അവര് രണ്ടുപേരും വീണ്ടും ഹോട്ടലിലേക്ക് വരും. ഉടനെ കാക്കാഷി മാസ്റ്റർ ആളുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ റാമൻ ഷോപ്പിലേക്ക് വരും. ABC സെൻസായി ആൾ ഒരുപാട് വിഷമത്തില് ഫുഡ് കഴിക്കാണ്. ഉടനെ കൊനഹമാരു ആള് കാക്കാഷിയോട് പറയും നമ്മുടെ ഇറൂക്ക സെൻസായി ആ എക്സാം ആക്സെപ്റ്റ് ചെയ്തു. സോ ഉറപ്പായിട്ടും 100% അദ്ദേഹം ആ എക്സാമില് ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ 3 കുട്ടികൾ അവരാണെങ്കിൽ നറൂട്ടോ പണ്ട് സ്ക്രോൾ അടിച്ചു മാറ്റിയതുപോലെ ഹൊക്കാഗെയുടെ മാൻഷനിലേക്ക് വന്ന് സ്ക്രോൾ അടിച്ചു മാറ്റാൻ അങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. കട്ട് ചെയ്ത അസിസ്റ്റന്റ് ചേച്ചി ആളിപ്പോ ആ റാമൻ കടയിലേക്ക് ഓടിയെത്തും. അവള് പറയും നമ്മുടെ മാൻഷനിലെ ബോക്സ് ഹൗസ് സെയില് അതിപ്പോ കാണാനില്ല. ആ ഒരു വാർത്ത അത് കാട്ടുതീ പോലെ ഗ്രാമം മുഴുവൻ അറിയും. ആ ഗ്രാമം മുഴുവൻ ആ സ്ക്രോളിന് വേണ്ടി അന്വേഷിക്കുകയാണ്. ഇറൂക്ക സെൻസായിക്ക് പിടികിട്ടും ആ കുട്ടികള് അവര് തന്നെയാണ് ആ സ്ക്രോൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക. ആളുടനെ അവർ അടുത്തേക്ക് വരും. ഇറൂക്ക സെൻസായി കറക്റ്റ് ആയിട്ട് ആ സ്ക്രോൾ മോഷ്ടിച്ച പയ്യനെ കണ്ടുപിടിക്കും. അവനാണെങ്കിൽ ആ സ്ക്രോളൊക്കെ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇറൂക്ക സെൻസായി കണ്ട് അവൻ ടെൻഷനാവും. ഉടനെ ഇറൂക്ക സെൻസായി അവന്റെ മുൻപിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഐ എം റിയലി സോറി, ഞാൻ എപ്പോഴും എൻ്റെ പഴയ സ്റ്റുഡൻസുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യായിരുന്നു. എനിക്കറിയാം നീ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അറ്റൻഷന് വേണ്ടിയല്ലേ. അത് കേട്ട് ആ ചെക്കനും ഇപ്പൊ ഒരുപാട് കുറ്റബോധം തോന്നും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇറൂക്ക സെൻസായി മാപ്പൊക്കെ ചോദിച്ച് അവൻ മോഷ്ടിച്ചെടുത്ത ആ ഒരു സ്ക്രോള് അതിപ്പോ കാക്കാഷി മാസ്റ്റർക്ക് തിരികെ കൊടുക്കുകയാണ്. കാക്കാഷി ഉടനെ ആ സ്ക്രോൾ ഓപ്പൺ ചെയ്യും. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം കാക്കാഷി അവൻ നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞ് സ്ക്രോൾ ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോഴായിരിക്കും കാക്കാഷി മാസ്റ്റർ മറ്റൊരു കാര്യം പറയാ, ഞാൻ ആക്ച്വലി ആ ഒരു എക്സാം അത് നിനക്ക് ടഫായിരിക്കും എന്നല്ല ഉദ്ദേശിച്ചത്. കാരണം എക്സാമിന്റെ സെയിം ഡേറ്റ് തന്നെയാണ് നറൂട്ടോയുടെ കല്യാണം.
സോ കല്യാണമാണോ എക്സാം ആണോ ഇതിലേത് നീ ചൂസ് ചെയ്യും എന്നതാണ് ഞാൻ പറഞ്ഞ ഡിഫിക്കൽട്ടിന്റെ യഥാർത്ഥ അർത്ഥം. അതിന് ഇറൂക്ക പറയും, എനിക്ക് എല്ലാറ്റിലും വലുത് എക്സാം തന്നെയാണ്. കാരണം നറൂട്ടോയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റാണ് എൻ്റെ എക്സാമും വൈസ് പ്രിൻസിപ്പൽ സ്ഥാനവും. അവനെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് എനിക്ക് മാതൃകയാവണം. സോ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കാക്കാഷി മാസ്റ്റർ ആളാണെങ്കിൽ എല്ലാ ഷിനോബികളെയും വിളിച്ചുകൂട്ടി ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഗിഫ്റ്റ് നറൂട്ടോയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കണ്ടെത്താൻ പറയും. അത് കേട്ട് ഇറൂക്ക ഇപ്പോ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് വരും. ഇറൂക്ക ചോദിക്കും, എന്താ ഇവിടെ നടക്കണേ? അതിന് കാക്കാഷി പറയും, ഏറ്റവും നല്ല ബെസ്റ്റ് ഗിഫ്റ്റ് അതുണ്ടാക്കുന്ന ഷിനോബികളെ മാത്രമേ ഞാൻ നറൂട്ടോയുടെ കല്യാണത്തിന് അയക്കുകയുള്ളൂ. എൻ്റെ മുൻപിൽ ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് ആൾ ഇറൂക്കെ തട്ടിമാറ്റി മുൻപോട്ട് നടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.